അത് ആനയുടെ കഴിവ്. ആനയുടെ തുമ്പി എന്ന് പറഞ്ഞാൽ അറിയാം, മേൽച്ചുണ്ടും മൂക്കും കൂടിയിട്ട് ഒരു നീളത്തിലുള്ള ഒരു പൈപ്പ് പോലെയുള്ള ആവരണം. അതിൻ്റെ തുമ്പത്ത് തുണിക്കൈയുണ്ട്. ഇത് മുട്ടുസൂചി പോലും എടുക്കാൻ പറ്റുന്ന തുണിക്കൈ അതിൻ്റെ തുമ്പത്തുണ്ട്. കാലൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയുടെ ജീവിതം അത്ര ശുഭകരമല്ല. 4 ഫൂട്ടിന് എന്തെങ്കിലും തൂണുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിണിത ഫലം അതിൻ്റെ ചെരിഞ്ഞു പോകുക എന്ന് മാത്രമേ മുന്നിലുള്ളൂ. എൻ്റെ പേര് ഗിരിദാസ്. ഞാൻ തൃശ്ശൂർ കാര്യാട്ടുകരയിലെ ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. കാർഷിക കുടുംബമായതുകൊണ്ട് ഒരുപാട് കൃഷിക്ക് ആവശ്യമായ പോത്ത്, എരുമ, അതുപോലെ പശുക്കൾ, ആട് എല്ലാതും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എൻ്റെ അച്ഛൻ ഇതിൻ്റെയൊക്കെ ഒരു മാനേജിങ് എന്തിനാണ്. കാരണം ഞങ്ങൾ 5 മക്കളുള്ള കാരണം അച്ഛനാണ് ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അമ്മയുണ്ട് അതോടൊപ്പം തന്നെ. പിന്നെ ഞാനാണ് അച്ഛൻ്റെ സെൻറ്റർ പോർഷനായിട്ട് ഏത് കാര്യത്തിനും നിൽക്കുക. എനിക്ക് മൃഗങ്ങളെ അന്ന് മുതലേ എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എന്നെ നീന്തൽ പഠിപ്പിച്ചത് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് നീന്തൽ പഠിപ്പിക്കുന്ന ഒരു ചെമ്പൻ പോത്ത. അത്രയും മൃഗങ്ങളുമായി അടുത്തിടപഴകി ജീവിച്ചു എന്നുള്ളത് വലിയ കാര്യം. ശരിക്ക് ജീവിച്ചത് കാര്യാട്ടുകരയാണെങ്കിലും ജനിച്ചത് മണ്ണുത്തിയിൽ വെറ്ററിനറി കോളേജിൻ്റെ ആ ചുമരിനോട് ചേർന്നിട്ടുള്ള ആ സ്ഥലത്താണ്. അവിടെ എലിഞ്ഞുകുളം എന്നൊക്കെ പറയും. അവിടെയാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ പഠനത്തിലേക്ക് വരുമ്പോൾ മൃഗങ്ങളോടുള്ള സ്നേഹം എൻ്റെ അച്ഛൻ കാര്യാട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്ന ഒരു വ്യക്തി. അച്ഛൻ്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടാവും. ആ പൈസ ഒരു അച്ഛൻ്റെ സുഹൃത്തുണ്ട്, ബാങ്ക് മേനോൻ എന്ന് പറയും, മേനോൻ ചേട്ടൻ. അദ്ദേഹം ബാങ്കിലെ ജോലിക്കാരൻ. അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചു മേടിച്ചു കൊണ്ടുവന്നൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനാണ് ആ ട്രഷറിയും വർക്ക് നടത്തിയിരുന്ന അച്ഛനായിരുന്നു. അപ്പം അങ്ങനെ ഉത്സവത്തിൽ വരുന്ന ആനകളെ കാണാനും അവരെ പരിചയപ്പെടാനും, പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ മരക്കമ്പനി നടത്തുന്ന ഉണ്ണിയേട്ടനുണ്ട്. ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ പോയി ആനയെ കാണിച്ചു തരും. അതുപോലെ തന്നെ അയ്യന്തോൾ നമ്മൾ അവിടെ കേരള ടിമ്പേഴ്സ് ഉണ്ട്, അവിടെ ഫ്രാൻസിസ് ചേട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആനയെ ഇനാശു എന്നുള്ള ശരിക്കുള്ള പേര്, എഴുത്തിൽ ഇനാശു എന്ന, ഫ്രാൻസിസ് ചേട്ടനെ വിളിക്കുന്നത് ഇനാശു എന്നാണ് പറയും. ഇനാശു ചേട്ടൻ്റെ ആനേനെ കാണിക്കാൻ എന്നെ കൊണ്ടിരുത്തും. അങ്ങനെ ആനകളെ ചെറുപ്പം മുതൽ ഇഷ്ടപ്പെട്ട് അതിലേക്ക് ജീവിതം മാറ്റി വെക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വെറ്ററിനറി കോളേജിൽ വരുന്നതും. വെറ്ററിനറി കോളേജ് അറിയപ്പെടുന്നത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ആനകളെ ആനകളെ മയക്കുവെടിവെക്കുന്ന ഡോക്ടർമാരായ ഡോക്ടർ ജേക്കബ് വി ചീരൻ, ഡോക്ടർ കെ സി പണിക്കർ, ഡോക്ടർ രാധാകൃഷ്ണൻ കായൽ, ഈ ത്രിമൂർത്തികൾ ഉള്ള ഒരു സ്ഥലം എന്നാണ് അന്നത്തെ പത്രങ്ങളിലൊക്കെ എഴുതി വരും. ആനയെ മയക്കുവെടി വെച്ചാൽ വെറ്ററിനറി കോളേജിൽ സംഘം വന്നു. ആ സംഘം വന്നു എന്ന് പറഞ്ഞാൽ ഈ സംഘമാണ്. അപ്പം ഞാൻ അവരിലേക്ക് എത്താനായിട്ടുള്ള വഴികൾ ആലോചിച്ച് പതുക്കെ അവരുടേക്ക്. അപ്പോൾ പിന്നത്തെ മാസം റിട്ടയർ ചെയ്തു കൈമൾ സാറ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹമായിട്ട് സംവദിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അന്ന് റിട്ടയർ ചെയ്തിരിക്കണം, 60 വയസ്സിൽ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പണിക്കർ സാറും അതോടൊപ്പം തന്നെ ചീരാൻ സാറാണ്. പിന്നെ അവരുടെ സബ്ജക്റ്റിലൊക്കെ അവർ കൂടെ നടന്ന് പണിക്കർ സാറെന്ന് വെച്ചാൽ പാരസെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റും ചീരാൻ സാറാണെങ്കിൽ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ അവരിലേക്ക് നമ്മൾ അടുക്കുകയും നമ്മുടെ ആഗ്രഹം അവരുടെ അടുത്ത് പറയുന്നു. ആ ആഗ്രഹം അവരത് സാധിച്ചു തരാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഒരു നല്ല അധ്യാപകർ, അത് ഗുരുതുല്യരായ അധ്യാപകർ എന്ന് തന്നെ പറയാം. ആ ഗുരുതുല്യരായ അധ്യാപകർ നമ്മളെ കയ്യിലെടുത്ത് നമ്മളെ കൊണ്ടു നടക്കുകയായിരുന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ അവസരത്തിലും. ഒരുപക്ഷെ ഞാൻ വെറ്ററിനറി പഠിച്ചത് 5 വർഷമാണ്. പക്ഷേ ഈ അധ്യാപകരുടെ കൂടെ ഞാൻ ഏകദേശം 15 വർഷക്കാലം അവരുടെ കൂടെ നടക്കേണ്ടി വന്നു. അതപ്പോൾ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ളതാണ്. കാരണം എന്നും ഓരോ അനുഭവങ്ങളാണ്. ചിലപ്പോൾ ആനയെ മയക്കുവെടിവെക്കാനായിരിക്കും, അല്ലെങ്കിൽ ആനയെ ചികിത്സിക്കാനായിരിക്കും, ദൂരെ യാത്രകളായിരിക്കും. ഇവിടെ അന്ന് കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ ഈ പറഞ്ഞ 3 മഹത് വ്യക്തികളുടെ ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആന ചികിത്സാ രംഗത്ത് അവരാണ് അതിനൊരു തുടക്കം കുറിച്ചത്. ഒരു IV കൊടുക്കാനായിട്ട് ഒറ്റ സിറിഞ്ച് വെച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ ഫീൽഡിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ കൂടെ വളരെ സ്നേഹത്തോടെ എന്നെ കൂടെ നടക്കുക, അവരുടെ അസിസ്റ്റൻ്റായിട്ട് അവരുടെ പെട്ടി പിടിച്ച് ഞാൻ അവരുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഒരു നല്ല അനുഭവമാണ് അവരിൽ നിന്ന് കിട്ടിയത്. വെറ്ററിനറി സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ അതിൽ ആന എന്നൊരു സബ്ജക്റ്റ് ഇല്ല. പക്ഷേ അതിനപ്പുറം ഒരു
പ്രത്യേക മേഖല. അത് തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനം തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം ആനയാണ്. ആനയുടെ കാര്യം നോക്കാനായിട്ടൊരു ഒരു ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ഞാൻ അവരുടെ കൂടെ നടന്നു. അവരതിനുള്ള അവസരങ്ങളും തന്നു. ഒരു എന്താ പറയുക, ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ ഉള്ളിലുള്ള അറിവുകൾ നമ്മൾക്ക് സമയാസമയങ്ങൾ പറഞ്ഞു തന്ന് അത് ഞാനത് അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു കർമ്മം. ഒരു അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതാണ്. ഓരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ആനയുടെ അടുത്ത് പോകുമ്പോൾ ആനയുടെ പ്രതികരണങ്ങൾ, ആനയുടെ സ്വഭാവ രീതികൾ അതൊക്കെ വ്യത്യസ്തമാണ്. കാരണം ഒരു തവണ മയക്കുവെടി വെച്ച ആനയ്ക്ക് പിന്നെ രണ്ടാമത് ചെല്ലുമ്പോൾ ആനയ്ക്കറിയാം അത് എന്നെ ഇഞ്ചക്ഷൻ മയക്കുവെടി വയ്ക്കാൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ആന കിടക്കാത്ത ആനകളുണ്ട്. നമ്മൾ ചെന്നാൽ ആന കിടക്കില്ല. ആനയ്ക്ക് ഇഞ്ചക്ഷനെ പേടിച്ചിട്ടുള്ള കൊച്ചു കുട്ടികളുടെ മനസ്സ് പോലെയാണ്. ഒരു 4 വയസ്സ് പ്രായമുള്ളൊരു ബുദ്ധിയുള്ള മനുഷ്യക്കുഞ്ഞിൻ്റെ ബുദ്ധിയാണ് ആനയ്ക്ക്. അപ്പോൾ ആന എപ്പോഴും ഒരു വാശി കാണിക്കും. കാരണം പാപ്പാനെ എത്ര നിർബന്ധിച്ചാലും ആന കെടുന്നരാത്ത എത്രയോ ആനകളുണ്ട്. ഇപ്പം ഇന്നത്തെ അനുഭവം തന്നെ എന്നെ കണ്ട വഴിക്ക് ഇന്നൊരു ആന, ഇന്ന് ഞാൻ കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു ആനയെ ബ്ലഡ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന വഴിക്ക് പാപ്പാനൊന്നുമില്ല. അവിടെ ഉടമസ്ഥൻ പാപ്പാനെ വിളിക്കാൻ പോയിരിക്കുക. ഞാൻ ചെന്ന വഴിക്ക് എന്താ മോനെന്ന് പറഞ്ഞപ്പോൾ അത് അപ്പം ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദം ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരുണ്ടായിരുന്ന ആനക്കുട്ടിയായിരുന്നു. അത് കോഴിക്കോട് ബാലുശ്ശേരിക്ക് പോയതാ. പക്ഷെ ആ ആനക്കുട്ടീനെ ഞാൻ വളരെ ചെറിയ കുട്ടിയിൽ ഇവിടെ ചികിത്സിച്ചിട്ടുണ്ട്, മയക്കുവെടി വെച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്നേഹനിധിയായി അതൊരു ചെറിയ ആനക്കുട്ടിയായിരുന്നു. അതിപ്പോൾ വളർന്ന് വലുതായി. ഒരു 10-15 വയസ്സിൽ കണ്ട ആന ഇപ്പോൾ 25 വയസ്സായി. അപ്പോൾ ആ 10 വർഷത്തിൻ്റെ വളർച്ച എന്നിലേക്ക് വരുമ്പോൾ അത് കൊച്ചുകുട്ടി തന്നെ. എന്നെ കണ്ട വഴിക്ക് അത് ഞാൻ കൈ കെട്ടാൻ പറഞ്ഞ് കൈ കെട്ടി. അതോടൊപ്പം തന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു. പക്ഷേ പാപ്പ വന്നിട്ട് കിടത്താൻ നോക്കുമ്പോൾ ആൾ കിടക്കില്ല. അപ്പോൾ ആ പാപ്പൻ പറഞ്ഞു, ഇത് ഇന്നലെ വരെ പറഞ്ഞ വഴിക്ക് കിടന്നാണല്ലോ സാറേ. അപ്പോൾ പറഞ്ഞു, ഇതെന്നെ കണ്ടതുകൊണ്ടാണ് കിടക്കാൻ ബുദ്ധിമുട്ട്. കാരണം ഈ ആനനെ ഒരുപാട് നേരം കിടത്താൻ ശ്രമിച്ചിട്ട് കിടത്താതെ നിർത്തി ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആനയുടെ മനസ്സിലതുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, കുശാഗ്ര ബുദ്ധിയോടെ, വളരെ ചെറിയ കുട്ടിയുടെ ബുദ്ധിയാണെങ്കിൽ അത് കുശാഗ്ര ബുദ്ധിയോടെ അത് അവർ വീക്ഷിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മളെ തിരിച്ചറിയുകയും നമ്മളോട് പറയുകയും നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അവസരമാണിത്. കാരണം എന്താ വെച്ചാൽ ആനകൾ അങ്ങനെയാണ്. ആനകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 100 മീറ്റർ ചുറ്റിലുള്ളിൽ പാപ്പാൻ നിന്നാൽ ആനയ്ക്കറിയാം പാപ്പൻ അവിടെ ഉണ്ടെന്ന്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായി പോകുമ്പോൾ ആന ശ്രദ്ധിക്കാൻ തുടങ്ങി. പാപ്പൻ എന്തുകൊണ്ട് ദൂരേക്ക് പോകുന്ന അത്രയും പാപ്പനെ നേരിട്ട് കണ്ടിട്ടല്ല, ഒരു മണം പിടിക്കും. മണം പിടിച്ചു കഴിഞ്ഞിട്ട് ആ മണത്തിൻ്റെ വാടയിലാണ്, അത് വാടയെടുക്കാന്ന് പറയും. ആ വാടയിലാണ് ആ പാപ്പാനും ആനയും തമ്മിലുള്ളൊരു യാത്ര. ആ യാത്ര എപ്പോഴാണ് അതിൽ നിന്ന് പാപ്പൻ വളരെ ദൂരേക്ക് പോയാൽ മാത്രമാണ് ഇനിയിപ്പോൾ ആനയുടെ ഇത് പാപ്പാനെ അടുത്തില്ല, അല്ലെങ്കിൽ പാപ്പാനെ അനുസരിച്ച് നിൽക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ പാപ്പാൻ 100 മീറ്റർ കഴിഞ്ഞ് അങ്ങ് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ആൾ വീട്ടിൽ പോയിരിക്കുക. അപ്പോൾ പിന്നെ ആനയുടെ ഭക്ഷണം കഴിച്ച് ആന നിൽക്കും. പിന്നെ പാപ്പാൻ വരുമ്പോൾ ആനയ്ക്ക് വളരെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് കാഴ്ച കൊണ്ടല്ല, അതൊരു ഘ്രാണശക്തി കൊണ്ട് വളരെ ദൂരത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ആനയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ ശബ്ദവും നമ്മുടെ സ്മെല്ലും ഇതൊക്കെ ആനയ്ക്ക് പെട്ടെന്ന് ആനയ്ക്ക് മനസ്സിലാവുകയും ആന അതിനെ പെട്ടെന്ന് തിരിച്ചറിയുകയും അത് ഡോക്ടറാണ്, അതുകൊണ്ടാണ് അന്ന് ആന കിടക്കാതിരുന്നത്. അതാണ് നമ്മുടെ അനുഭവം. പക്ഷേ ആനയുടെ ഒരു ശക്തി ഒരുപക്ഷെ മനുഷ്യനുണ്ടാവില്ല. ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ ശക്തിയല്ല, ഘ്രാണശക്തി ഒന്നും മനുഷ്യനില്ല. ഒരു ചുമരിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് തിരിച്ചറിയില്ല. പക്ഷെ ആനയ്ക്കറിയാം ഇത്ര ദൂരത്ത് നിന്ന് ഒരാളവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് ആ മൃഗങ്ങളുടെ ഒരു കഴിവ്. ഒരിക്കലും പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്കാൾ ഉപരി തലത്തിലുള്ളൊരു പഞ്ചേന്ദ്രിയങ്ങളാണ് ശരിക്കും മറ്റുള്ള മൃഗങ്ങൾക്കുള്ളത്. ഇപ്പോൾ നായ്ക്കൾക്കായാലും പന്നികൾക്കായാലും ആനയ്ക്കായാലും ഇതൊക്കെ ഓരോ ഇന്ദ്രിയ ശക്തികളുണ്ട്. ആ ഇന്ദ്രിയ ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അത് തിരിച്ചറിയുന്നു. ഇപ്പോൾ കടാവർ തിരിച്ചറിയുന്ന നായ്ക്കളുണ്ടല്ലോ, അതൊക്കെ അതുപോലെ തന്നെ ഓരോന്നും തിരിച്ചറിയാനുള്ള കഴിവ്. അത് ആനയുടെ കഴിവ്. ആനയുടെ തുമ്പി എന്ന് പറഞ്ഞാൽ അറിയാം, മേൽച്ചുണ്ടും മൂക്കും കൂടിയിട്ട് ഒരു നീളത്തിലുള്ള ഒരു പൈപ്പ് പോലെയുള്ള ആവരണം. അതിൻ്റെ തുമ്പത്ത് തുണിക്കൈയുണ്ട്. ഇത് മുട്ടുസൂചി പോലെ എടുക്കാൻ പറ്റുന്ന തുണിക്കൈ അതിൻ്റെ തുമ്പത്തുണ്ട്. അത്രയും മനോഹരമായ ഒരു ഹോൾ. അതിലൂടെയാണ് അത് വെള്ളം എടുക്കുന്നത്. 5-8 ലിറ്റർ വെള്ളം ഒരേ സമയം വലിച്ചെടുത്ത് വായിൽ കുടിക്കാനും അതുപോലെ തന്നെ ശരീരം കുളിപ്പിക്കാനും അത് ഉപയോഗിക്കുന്നു. കാല് കഴുകാനും ശരീരത്തേക്ക് സ്പ്രേ ചെയ്യാനൊക്കെ തുമ്പിക്കൈ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പം അത് വെച്ച് വളരെ സ്കാൻ ചെയ്യുക. നമ്മളൊക്കെ സ്കാൻ ചെയ്യുന്ന രീതിയല്ല. നമ്മളിപ്പോൾ എന്താ പറയുക, മൊബൈലിൽ സ്കാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് അവർ വളരെ സ്കാൻ ചെയ്ത് ഇന്ന ആളാണെന്ന് തിരിച്ചറിയുകയും ആ ഐഡൻറ്റിറ്റി തിരിച്ചറിയാനുള്ളൊരു കഴിവ്. അത് പാപ്പാനെ തിരിച്ചറിയുന്നു, ഉടമസ്ഥനെ തിരിച്ചറിയുന്നു, നാട്ടുകാരെ തിരിച്ചറിയുന്നു. ഇനി അഥവാ
ഒരു പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ആളുകളെ പോലും തിരിച്ചറിയാം. അപ്പം അതിനനുസരിച്ച് ആന പ്രതിരോധിക്കുകയും ചെയ്യും. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുന്നത്, ഒരു ആന നടന്നു വരുമ്പോൾ ഒരാൾ നിയന്ത്രിക്കുമ്പോൾ പെട്ടെന്ന് കാലുകൊണ്ട് അടിച്ച് കളയുന്നൊരിതുണ്ട്. ആന അത് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആനയുടെ കഴിവ് നമുക്കൊരിക്കലും ഒരു ലിമിറ്റഡ് ഒരു ഇതിലല്ല. അത് കാരണം തുമ്പി കൊണ്ട് അടിക്കാം, തുമ്പി കൊണ്ട് മാറ്റാം, തുമ്പി കൊണ്ട് പൊക്കാം. അപ്പോൾ തുമ്പിയുടെ ആ കഴിവിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡോക്ടറായ നമ്മൾ പോലും അതിൻ്റെ മുന്നിൽ വളരെ ശ്രദ്ധിച്ചു വേണം നിൽക്കാം. കാരണം അതൊരു വലിയൊരു നമ്മുടെ ശരീരഭാഷയും അവരുടെ ശരീരഭാഷയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷെ മനസ്സുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുകയും അതിനോട് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. നിൻ്റെ കൂടെ നിന്നെ എപ്പോഴും രക്ഷിക്കുക എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സൂത്രവാക്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും. അവനോട് അടുത്ത് കയറുന്നത്. അപ്പോൾ അത് ആനകൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ അവനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആനയ്ക്ക് മനസ്സിലാവും അദ്ദേഹം എന്നെ ഇഞ്ചക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനനുസരിച്ച് അവൻ ആ ചെവി ഒന്ന് സൈഡിലേക്ക് വലിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്രിക്ഷൻ കാണിക്കുക. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അതിന് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കഴിവാണ്. ആ കഴിവ് മൃഗങ്ങൾക്കുള്ള കഴിവ് ഒരു പക്ഷേ മനുഷ്യനില്ല. പക്ഷെ അവരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് അവരുടെ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഓരോ ആനയ്ക്കൊരു അസുഖം വന്നപ്പോൾ നമ്മൾ പോരാൻ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആന വിളിച്ച് ഇന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ടെന്ന് കാണിച്ചു തരും. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നന്ദനാനയുടെ അടുത്ത് പോയിട്ട് എന്താ മോനെ കുഴപ്പമെന്ന് വെച്ചപ്പോൾ നേരെ കാലിലെ പാദത്തിൽ കാണിച്ചു തന്നു, ഇത് അവിടെ കുഴപ്പമുണ്ട്, ഇത് ശരിയാക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതിന് പോയിട്ട് ഒരു സർജറിയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ആനകളെ ഇഷ്ടപ്പെട്ട് നമ്മൾ അവരായിട്ട് സമ്മതിക്കുമ്പോൾ ഒരു തരം കെമിസ്ട്രി ഒരു ആനയും നമ്മളും തമ്മിൽ ഉയർന്നു വരും. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഒരു ആനനെ സ്കൂട്ടർ അടിച്ചപ്പോൾ അവർക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പം നമ്മളെ വിളിച്ചു, നമ്മൾ പറഞ്ഞു സ്കൂട്ടർ അടിച്ചു ആണ്. അപ്പം ഞാൻ അവിടെ വരണമെങ്കിൽ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വന്നിട്ട് കാര്യമില്ല. കാലൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയുടെ ജീവിതം അത്ര ശുഭകരമല്ല. 4 ഫൂട്ടിന് എന്തെങ്കിലും തൂണുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിണിത ഫലം അതിൻ്റെ ചെരിഞ്ഞു പോകുക എന്ന് മാത്രമേ മുന്നിലുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എത്ര ചികിത്സ നൽകിയാലും അത് വേദന, അപ്പം നമ്മൾ പിന്നെ വേദന സംഹാരികൾ കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ, അതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ വഴിക്ക് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആന വാച്ച് ചെയ്യൂ, ഞാൻ വരാം, ഞാൻ ഇന്നതിപ്പോൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോളോ അപ്പിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അത് ഇഞ്ചുറി എല്ലൊടിഞ്ഞിട്ടില്ല, ക്ഷതം മാത്രമേ ഉള്ളൂ, ചതവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താം. അപ്പം ഇന്നിപ്പോൾ ആന പതുക്കെ നടക്കുന്നത് കാണുമ്പോൾ ആ 4 ടൺ വെയിറ്റുള്ള ആന കാലിന് വീക്കം വന്നിട്ട് അത് എടുത്തു വയ്ക്കുന്ന ഒരു രംഗം അത് മനസ്സിൽ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എക്സ്റേ എടുത്താൽ എല്ല് ഒടിഞ്ഞിട്ടുണ്ടെന്ന് അറിയാനേ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് എല്ല് നമുക്ക് പിൻ ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധിക്കില്ല. ടെക്നോളജി വന്നാൽ ഇപ്പോൾ നമ്മുടെ കൈയുടെ എക്സ്റേ ഒടിഞ്ഞത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷേ ആനയുടെ കേസിൽ അതൊന്നും നടക്കില്ല. അത്രയും വലിയൊരു ശരീരഭാരമാണ്. അതിപ്പോൾ നാൽക്കാലികളിലായ പശുവായാലും പോത്തായാലും എരുമയായാലും അവരെയൊന്നും നമുക്ക് എക്സ്റേ ചെയ്ത് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ആനയുടെ കാര്യം. പക്ഷേ ഭാഗ്യത്തിന് ആന ഇപ്പോൾ നമ്മളിപ്പം അതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ അതിന് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതിന് നമ്മളോട് കാണിക്കുന്ന ഒരു സഹതാപം, നമ്മൾ ഒരു തരം അനുകമ്പ, മ്യൂച്വൽ ഒരു അനുകമ്പയുണ്ട്. കാരണം വെച്ചാൽ അത് ആ കമ്പാഷനാണ്. അനിമൽസിൻ്റെ കമ്പാഷനെ നമ്മൾ തിരിച്ചറിയുക, നമുക്ക് അവരോടുള്ളൊരു കമ്പാഷൻ തിരിച്ച് അവർ നമ്മളോട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര അത് എവിടെ നമുക്ക് ഒരിക്കലും ഒരിടത്തും കിട്ടാത്ത അനുഭൂതിയാണ് ശരിക്കും ഒരു രക്ഷപ്പെട്ട ഒരു മൃഗം നമ്മോട് കാണിക്കുന്നത്. അത് മറ്റുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പുലീനെ പിടിച്ചു, പുലിക്ക് അതിനെ ചികിത്സിച്ച് അതിനെ ഭേദമാക്കി ആ പുലി നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും. എത്ര വലിയ പുലി ആളെ കൊല്ലുന്നതായാലും പുലിയെ നമ്മൾ സംരക്ഷിച്ച സ്നേഹം കാണിച്ചു അനുഭവമാണ്. നമ്മളതേപോലെ ഇപ്പോൾ തെരുവിലിരിക്കുന്ന പൂച്ചേനെ നമ്മൾ മുറിവിൻ്റെ പൂച്ചേനെ കൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതേ സ്വഭാവം തന്നെ പുലിക്കുള്ളത്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.